നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. പാവം കോടീശ്വരന്മാരുടെ ഒരു അവസ്ഥ. അംബാനി അദാനിമാരുടെ സ്വത്തറിയണ്ടേ? 140 കോടിയിലധികം ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. ഇതിൽ 99% ആൾക്കാരും ഒരു വിധത്തിലൊക്കെ ജീവിതം കഴിക്കുന്ന ആൾക്കാരാണ്. ഇത്രയും കോടി ജനങ്ങൾക്കിടയിൽ കോടികളിന്മേൽ കിടന്നുറങ്ങുന്ന 5-6 ആൾക്കാരുണ്ട്. ഇവർ വളർന്ന് ലോകത്തിലെ വലിയ സമ്പന്നന്മാരെയും അടിച്ചിരുത്തുന്ന സ്ഥിതിയിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ സമ്പന്ന കുടുംബാധിതന്മാരുടെ പേരുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് സമ്പന്നന്മാരുടെ പേരുകളായി പറഞ്ഞുകൊണ്ടിരുന്നത് ടാറ്റയും ബിർളയും ഒക്കെ ആയിരുന്നു. സ്വതന്ത്ര ഭാരതം 75 വർഷം കടന്നു പോകുമ്പോൾ ടാറ്റയും ബിർളയും ഒക്കെ മറികടന്ന് പുതിയ പല മുതലാളിമാരും രംഗത്ത് വന്നു. ഇതിൽ പ്രമുഖരായ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അംബാനി അദാനി തുടങ്ങിയ പുത്തൻ മുതലാളിമാരാണ്. ഇങ്ങനെ വളർന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP എന്ന പാർട്ടിയുടെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെയും സഹായത്തോടെ ആയിരുന്നു എന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അംബാനി അദാനി തുടങ്ങിയ മുതലാളിമാർ ഇന്ത്യയിൽ വ്യവസായ മേഖലയിൽ കടന്നു കയറി എല്ലായിടത്തും സ്വന്തം ആധിപത്യം ഉറപ്പിക്കുകയും അതുവഴി വീണ്ടും സാമ്പത്തിക ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്ത് തന്നെ സമ്പന്നന്മാരുടെ സമ്പാദ്യത്തിനോട് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ അദാനിയും അംബാനിയും ഒക്കെ. ഇവരുടെ കുടുംബ സ്വത്തിന് കണക്കുകൾ ആണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അംബാനി അദാനി ബജാജ് ബിർള തുടങ്ങിയ വ്യവസായ ഭീമന്മാരുടെ കുടുംബത്തിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ പറഞ്ഞ വ്യവസായ കുടുംബങ്ങളുടെ മൊത്തം ഏതാണ്ട് 46,000 കോടി ഡോളറിലധികം വരും. അംബാനി കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സ്വത്ത് 27 ലക്ഷം കോടി രൂപയാണ്. അദാനി കുടുംബത്തിന് ഇതേപോലെ തന്നെ 15 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമുണ്ട്. മറ്റ് വ്യവസായ പ്രമുഖരായ കുടുംബത്തിന് 5 ലക്ഷം കോടിയുണ്ട്. ബജാജ് കുടുംബത്തിന്റെ പുറത്തു വന്ന കണക്ക് പ്രകാരം സ്വത്ത് ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയ്ക്ക് അധികമുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏതാണ്ട് 10 പ്രമുഖ വ്യവസായികളുടെ മൊത്തം സമ്പാദ്യം കണക്കാക്കിയാൽ 60 ലക്ഷം കോടിയിലധികം വരും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരോടൊപ്പമുള്ള കുടുംബത്തിന് 5 ലക്ഷം കോടിയുടെ സ്വത്ത് വേറെയും ഉള്ളതായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പ്രകാരം അതിസമ്പന്നന്മാരുടെ പട്ടികയിൽ പെട്ടു നിൽക്കുന്ന അംബാനി അദാനി ഗ്രൂപ്പുകളുടെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിൽ എന്തു തന്നെ ന്യായീകരണങ്ങൾ നിരത്തിയാലും നരേന്ദ്രമോദി സർക്കാരിന്റെ പിൻബലം ഉണ്ട് എന്നത് മറച്ചുവെക്കാൻ കഴിയുന്ന കാര്യമല്ല. രാജ്യത്തിന്റെ സ്വത്തായിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാക്കി മാറ്റി അതിസമ്പന്നന്മാരുടെ കമ്പനികൾക്ക് കൈമാറിയ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. രാജ്യത്തിന്റെ അഭിമാനവും ജനങ്ങളുടെ അത്യാവശ്യ സേവന വിഭാഗവുമായി നിന്നിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മുന്തിയ ഓഹരി പങ്കാളിത്തം ഈ പറയുന്ന മുതലാളിമാരുടെ കൈകളിലാണ്. ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയും ജനങ്ങളുടെ പ്രതിപക്ഷ വരുമാനവും പരിശോധനയും ഒക്കെ നടത്തുന്ന സർക്കാർ ഏജൻസി കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് സമ്പന്നന്മാർ വീണ്ടും അതിസമ്പന്നന്മാരായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും പാവപ്പെട്ടവർ വീണ്ടും അധിക പാവപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 2 പതിറ്റാണ്ടുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാമൂഹ്യമായും സാമ്പത്തികമായും വളർച്ച നേടാനുള്ള പദ്ധതികളും പരിപാടികളുമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും പിന്നെ വരുന്ന സർക്കാരുകൾ മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ സാമൂഹിക വളർച്ചയ്ക്ക് ഇടിവുണ്ടായത്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം 75 വയസ്സ് കഴിയുന്ന സാഹചര്യത്തിൽ പുറത്തു വരുന്ന എല്ലാ സൂചനകളും 1% താഴെ വരുന്ന രാജ്യത്തെ സമ്പന്നന്മാർ വീണ്ടും വളർന്നു വരുന്ന അവസ്ഥയാണ്. രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ പാവങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും മുന്നേറാനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുക എന്ന നയം മാറ്റി സമ്പന്നന്മാരുടെ താല്പര്യങ്ങൾക്ക് വലിയ പരിഗണന നൽകുന്നു എന്ന വാസ്തവം വ്യക്തമാക്കുന്നതാണ് ഇവിടെ അവതരിപ്പിച്ച അതിസമ്പന്നന്മാരുടെ വളർച്ചയിലുള്ള കുതിച്ചുപായലിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ. നന്ദി.